ഒരു ഗ്രൈൻഡറിലും ഒരു സീലിംഗ് മെഷീനിലും തുടങ്ങി ഇന്ന് 5000 കോടിയുടെ സാമ്രാജ്യത്തിലെത്തി നിൽക്കുന്ന ID ഫ്രഷ് ഫുഡിന്റെ കഥയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ കഥ നമ്മളോട് പറഞ്ഞു തരുന്നത് ഇതിന്റെ 2 സഹസ്ഥാപകരാണ്. ID ഫ്രഷിന്റെ ഗ്ലോബൽ സിഇഒയും കോ ഫൗണ്ടറുമായ PC മുസ്തഫയും അദ്ദേഹത്തിന്റെ സഹോദരനായ അബ്ദുൾ നാസർ. അദ്ദേഹം ഈ കമ്പനിയുടെ കോ ചെയറും കോ ഫൗണ്ടറുമാണ്. സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഗസ്റ്റുകളോട് ചില കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഇതൊക്കെ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഫാക്ട് ചെക്ക് ആണ്. ഞാൻ ചോദിക്കും യെസ് ഓർ നോ. നീ നോ ആണെങ്കിൽ എന്തുകൊണ്ട് നോ ആണെന്ന് കൂടി ഒന്ന് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ PCയോടാണ് ചോദ്യം. 6ാം ക്ലാസ്സിൽ തോറ്റിരുന്നോ? ഒരു ഡെയിലി വേജ് ഏണറായിട്ട് ഒരു ഇഞ്ചി കർഷകന്റെ കൂടെ ജോലി ചെയ്തിരുന്നോ ചെറുപ്പകാലത്ത്? 10ാമത്തെ വയസ്സിൽ. ആ ദിവസങ്ങളിൽ പിതാവിന്റെ പ്രതിദിന വരുമാനം എന്ന് പറയുന്നത് ദിവസം 10 രൂപയായിരുന്നു. യെസ്. കോളേജ് ടീച്ചറാണ് എഞ്ചിനീയറിംഗ് എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള ഫീസ് പേ ചെയ്തത്. ടീച്ചറിന്റെ പേര് ഓർമ്മയുണ്ടോ? ഓക്കെ. NIT കാലിക്കറ്റിലെ അലുമിനിയാണ്. IIM ബാംഗ്ലൂരിൽ നിന്ന് MBA. ID ഫ്രഷ് ഫുഡ് സ്റ്റാർട്ട് ചെയ്തത് വെറും 50,000 രൂപ 50,000ന്റെ മൂലധനത്തിൽ നിന്നാണ്. കമ്പനി തുടങ്ങിയത് ഒറ്റ ഗ്രൈൻഡറും ഒറ്റ സീലിംഗ് മെഷീനുമായിട്ടാണ്. 5 കസിൻസ് ആണ് ID സ്റ്റാർട്ട് ചെയ്തത്. 1.5 ലക്ഷം കിലോഗ്രാം ബാറ്ററാണ് ഓരോ ദിവസവും ഉണ്ടാക്കുന്നത്. ശരിയാണോ? ചില ഗ്ലോബൽ പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് IDയോട് സഹകരിക്കാനായിട്ട് താല്പര്യം അറിയിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അത് ആരൊക്കെ? കുറേ ഉണ്ട്. ഏതാണ്ട് ഇൻഫാക്ട് ഓരോ മാസവും ഒരു മൾട്ടിനാഷണൽ കമ്പനീസ് ഞങ്ങൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഇപ്പം റീസെൻ്റ്ലി അപ്പാക്സ്, പെർമീര അതുപോലെ കമ്പനികൾ നമ്മൾ അപ്പാക്സ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തു ഞങ്ങളുടെ കമ്പനിയിൽ. ഓക്കെ. അങ്ങ് അടുത്ത കാലത്ത് കമ്പനിയുടെ കോ ചെയറായിട്ട് നിയമിതനായി. IPO 2027 പ്രതീക്ഷിക്കാവോ? കമ്മിങ് സൂൺ. ഓക്കെ, വി ആർ ഓൾ എക്സ്പെക്ടിങ് ദാറ്റ്. പിന്നെ ബിസിനസ് US, UK, കാനഡ, സിംഗപ്പൂർ എക്സ്പാൻഡിങ് എന്നാണ് കാണിക്കുന്നത്. അതോ നിലവിലുണ്ടോ? പാർഷ്യലി ഉണ്ട്. ഫ്രഷ് പ്രൊഡക്ട്സ്, ഫ്രഷ് ബാറ്റർ പ്രൊഡക്ട്സ് ഒന്നും ലോഞ്ച് ചെയ്തിട്ടില്ല. ദാറ്റ് വി ആർ ലോഞ്ചിങ് സൂൺ. ഓക്കെ. US, UK, കാനഡ, സിംഗപ്പൂർ മാർക്കറ്റിലൊക്കെ ഞങ്ങളുടെ ലോങ് ലൈഫ് പ്രൊഡക്ട്സ് ഉണ്ട്. ഫ്രഷ് പ്രൊഡക്ട്സ് കമ്മിങ് സൂൺ. ഓക്കെ. IIM ബാംഗ്ലൂരിന്റെ ഡിസ്റ്റിംഗ്വിഷ്ഡ് അലുമിനി അവാർഡിന് ഡിസേർവ് ചെയ്ത ഏറ്റവും യംഗസ്റ്റ് ആയിട്ടുള്ള ആളാണ് PC. ആയിരുന്നു. ഓക്കെ. ആ സമയത്തല്ലേ? ആ സമയത്തായിരുന്നു. ഓക്കെ. ഈ ഒരു സംരംഭകനാകുന്നതിന് മുമ്പ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. ഓക്കെ. ഇനി അങ്ങോട്ടുള്ള ചോദ്യം. ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല രജനീകാന്തിനെ പോലെ ഒരു ഭൂതകാലം ഉണ്ടെന്ന്. അല്ലേ? എന്തായിരുന്നു? ബസ് കണ്ടക്ടർ ആയിരുന്നു. ഓക്കെ. ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇതിനിടയ്ക്ക് എപ്പോഴോ വീട്ടിൽ നിന്നൊന്ന് ഓടിപ്പോയോ? അതെ. എന്നായിരുന്നു അത്? 21ാമത്തെ വയസ്സിലായിരുന്നു. ആ ഒളിച്ചോട്ടമായിരുന്നോ ഈ ID ഫ്രഷിന് തുടക്കമിടാൻ കാര്യം? തീർച്ചയായും. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മുടെ പ്രേക്ഷകർക്ക് നിങ്ങളെ രണ്ടുപേരെയും കുറിച്ച് ഒറ്റ സെൻറ്റൻസിൽ കുറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അത്. ഇനി നമുക്ക് സീരിയസ് ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ID ഫ്രഷ് എന്ന് പറയുന്ന ബ്രാൻഡ് ഇന്ന് ലോകമെമ്പാടും അറിയാം. ക്രോഴ്സ് ഓഫ് ടേൺ ഓവർ കൺട്രോൾ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. പക്ഷേ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് മാവ് വിൽക്കുന്ന ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു എളിയ തുടക്കത്തിൽ നിന്നാണ്. നിങ്ങൾ രണ്ടുപേരെയും അതിന് ഓർത്തെടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഇങ്ങോട്ടുള്ള ആ വരവ് വളരെ ക്വിക്കായിട്ട് ആദ്യം PC വെരി സ്മോൾ സ്റ്റാർട്ട് ചെയ്തു. നാസർക്കയാണ് അതിൻ്റെ ആ ഒരു 0 to 1 ജേർണി ട്രാവൽ ചെയ്ത് നാസർക്കയാണ്. ഞാൻ നാച്ചിക്കെന്ന് വിളിക്കുക. അത് ഏത് ബിസിനസ്സും 0 to 1 ജേർണി ഉണ്ടല്ലോ, ആ ജേർണി ട്രാവൽ ചെയ്തു. ഞാൻ ആ സമയത്ത് MBA ചെയ്യുന്നു IIM ബാംഗ്ലൂരിൽ. ഓഫ് കോഴ്സ് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ വീക്കെൻഡ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ മെയിൻ ബിസിനസ് ഡ്രൈവ് ചെയ്തവരാണ്. ആ ഒരു ലെവലെത്തിയപ്പോഴും അത് 0 to 1 ജേർണി ട്രാവൽ ചെയ്ത് ഒരു ലെവലിൽ എത്തിച്ചതിന് ശേഷം ആണ് ഞാൻ എൻ്റെ MBA കംപ്ലീറ്റ് ചെയ്തിട്ട് ഫുൾ ടൈം ആയിട്ട് ഇതിലേക്ക് വരുന്നത്. പിന്നെ ഞങ്ങൾ ഒന്നിച്ചാണ് ഈ ജേർണി ട്രാവൽ ചെയ്തത്. ഓരോ മൊമെൻറ്റും ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇൻഫാക്റ്റ് 20 ഇയേഴ്സായി ഞാൻ IDയിൽ ഓൾമോസ്റ്റ് 18 ഇയേഴ്സായി ഞാൻ ഓൾമോസ്റ്റ് IDയിൽ ജോയിൻ ചെയ്തിട്ട്. ഇവർ സ്റ്റാർട്ട് ചെയ്ത് 20 ഇയേഴ്സായി. ഞാൻ 2 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്നത്. 2.5 ഇയേഴ്സ് കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നത്. ഇന്ന് വരെ എനിക്ക് സ്ട്രെസ്സില്ല, ഒരു സ്ട്രെസ്സും ഇല്ല. കാരണം ബിക്കോസ് ഐ എൻജോയ് വാട്ട് ഐ ഡു. ഇൻഫാക്റ്റ് അതാണ് എൻ്റെ പീസ് ഓഫ് അഡ്വൈസോ എല്ലാവർക്കും. നമ്മളൊരു കാര്യം എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഫുട്ബോൾ ഫാനാണ്. ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ സ്ട്രെസ് വരുന്നില്ല. എന്തുകൊണ്ടാണ്? നമുക്കത് നമ്മൾ എൻജോയ് ചെയ്യും. ബിസിനസ്സും നമ്മളങ്ങനെ എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി ജോബാണെങ്കിലും
അത് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. എന്തായാലും ഈ ഫുട്ബോളിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടും നമ്മുടെ യങ്സ്റ്റേഴ്സിനൊക്കെ ഫുട്ബോൾ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടും ഒരു ഓൺട്രപ്രണർ ഫുട്ബോൾ ലവർ ആണെന്ന് പറഞ്ഞുകൊണ്ടും ആരാണ് അർജന്റീന ഫാൻ അർജന്റീന ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ? മെസ്സി. മെസ്സി. എന്തുകൊണ്ടാണ് മെസ്സി ഇഷ്ടപ്പെടുന്നത്? ഒരു ഹമ്പിളാണ്, ആ ടീമിനെ എപ്പോഴും കൂട്ടിപ്പിടിക്കുന്നുണ്ട്, പിന്നെ റിസൾട്ട്സ് ഡെലിവർ ചെയ്യുന്നുണ്ട്. മെസ്സിയുടെ ഏതെങ്കിലും വാല്യൂസ് നമ്മുടെ ജീവിതത്തിൽ? സ്റ്റേ ഹമ്പിൾ എന്നുള്ളത് എനിക്ക് തോന്നുന്നത് നല്ലൊരു കോപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ ആണ്. ഓക്കെ. മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ടീമിനെ കൂട്ടിപ്പിടിക്കാൻ പറ്റുന്ന ഒരു കഴിവില്ലേ, അത് ഭയങ്കര നല്ലൊരു സ്കില്ലാണ്. ഓക്കെ. അത് വളരെ ടീം പ്ലെയർ എന്നുള്ള നിലയിൽ മെസ്സി ഇൻഫാക്ട് എനിക്കറിയാം ഇപ്രാവശ്യം അർജന്റീന കപ്പടിച്ചില്ല, എന്നെപ്പോലത്തെ ആളുകളൊക്കെ അതിനകത്ത് പിന്നെ സങ്കടപ്പെട്ട ആളുകളാണ്. ഞാനും അർജന്റീന ആണോ? ബട്ട് ഒരു കാര്യം ശ്രദ്ധിച്ചതെന്ന് അറിയാം, ഈ വേൾഡ് കപ്പിൽ നോക്കുകയാണെങ്കിലും ബെസ്റ്റ് ടീം പ്ലെയർ ആയിട്ടുള്ള ഒരു ടീം എനർജി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ടീം ഒന്നിച്ച് കളിച്ചത് അർജന്റീനയാണ്. കാരണം അവർ ഒരു കാരണവശാലും അവരൊരു സെൽഫിഷ് കളി കളിച്ചില്ലാരും. ഒരാൾക്ക് ഗോൾ അടിക്കാൻ വേണ്ടിയൊന്നും ചെയ്തില്ല. ആർക്ക് ചാൻസ് കിട്ടിയാലും മറ്റൊരു പാസ് ചെയ്ത് അങ്ങനെ കളിച്ചു. അതാണ് ആക്ച്വലി ബിസിനസ്സിലും നമ്മളുടെ കോപ്പി ചെയ്യാനുള്ള മോഡൽ. അതായത് ഇൻഡിവിജ്വൽ അച്ചീവ്മെൻ്റ് അവിടെ ഇമ്പോർട്ടൻ്റ് ഇല്ല, ടീം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ജയിക്കുക തൂക്കുകയോ ചെയ്യുന്നത്. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ബിസിനസ് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ അവിടെ ഉള്ളത്. പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഒരു ആവറേജ് ടീമായിരുന്നു അർജന്റീനയുടെ ഇത്തവണ. അത് മാത്രമല്ല ഏറ്റവും പ്രായമുള്ള പ്ലേയേഴ്സിന്റെ ടീമുമായിരുന്നു. പക്ഷെ എന്നാലും ഈ പറയുന്ന മെസ്സി എന്ന് പറയുന്ന ആ നൂലിൽ കോർത്ത് അവർ ആ ടീം വർക്ക് ആയിരുന്നു. ഹോൾ ടീം വാസ് റണ്ണിങ് അറൗണ്ട് ഹിം, റൈറ്റ്? അതെ. അവിടെയാണ് ആ ഒരു മെസ്സി എന്നൊരു പ്ലെയർ നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഇനി അങ്ങയോട് ചോദിക്കുന്നത്, അപ്പോൾ അവിടെ പറഞ്ഞു നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതും കഷ്ടപ്പെട്ട് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ID ഫ്രഷ് ഒരു നാഷണൽ ബ്രാൻഡായിട്ട് വളരുമ്പോൾ അവിടെ ഫില്ല് ചെയ്യാതെ പോയ എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടോ? എങ്ങനെയായിരുന്നു ആ ചെറിയ മുറിയിൽ നിന്ന്, ഒരു സീലിംഗ് മെഷീനിൽ നിന്ന്, ഒരു ഗ്രൈൻഡറിൽ നിന്നുള്ള ആ വളർച്ച? ആക്ച്വലി നമ്മൾ 2004 ഇങ്ങനെ ഒരു ഐഡിയ വരുന്നത്. ഞാൻ ബേസിക്കലി ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് സ്പൈസസ് മാർക്കറ്റ് ചെയ്യായിരുന്നു, പ്ലസ് ഒരു കിരണ സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പോൾ കിരണ സ്റ്റോറിൽ ബ്രദർ ഷംസു ആണ് അത് റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സപ്ലയർ ഒരു ദിവസം വന്നിട്ട് ഒരു ബ്രാൻഡൊന്നും ഇല്ലാതെ ഒരു കുറച്ച് പാക്കറ്റ്സ് സപ്ലൈ ചെയ്തു കടയിൽ. അപ്പം അന്നാണ് നമുക്ക് ഇങ്ങനൊരു ഐഡിയ വരുന്നത്, ഈ ഒരു ബിസിനസ്. അപ്പോൾ ഷംസു തന്നെ എപ്പോഴും ഫോഴ്സ് ചെയ്യണം നമുക്കിത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് പഠിക്കാം. അങ്ങനെ ഇതിനെക്കുറിച്ച് പ്രോഡക്റ്റിനെ കുറിച്ച് പഠിച്ചു. നമുക്ക് എന്തായാലും മാർക്കറ്റിൽ ഞാൻ 5-6 വർഷം ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട്. ആ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ നമുക്ക് എന്തായാലും ഒരു ക്വാണ്ടിറ്റി ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇൻവെസ്റ്റർ വേണം. അപ്പോൾ മുസ്തഫയുടെ വിവരം പറയുന്നു. മുസ്തഫ പറഞ്ഞു നീ സ്റ്റാർട്ട് ചെയ്യും, ദോശനാസറിന് പേര് വരട്ടെ. ഓക്കെ, അത് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല. ഇത് എന്താണ് നമുക്കൊരു സക്സസ്ഫുൾ മോഡലാണെങ്കിൽ നമ്മൾ ചെയ്യാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഡിസൈഡ് ചെയ്യുന്നു. നമ്മളൊരു ട്രയൽ നടന്ന രീതിയിൽ ആദ്യത്തെ ഒരു 6 മാസം ഒരു ഗ്രൈൻഡറിൽ നമ്മൾ ഒരു 1000-ഓളം kg റൈസ് അരച്ചിട്ട് നമ്മൾ നമ്മുടെ നെയ്ബർഹുഡിൽ നമ്മുടെ കസ്റ്റമേഴ്സിനെ അതുപോലെ സ്ട്രീറ്റ് വെൻഡേഴ്സിനൊക്കെ കൊടുത്തു. അവർ ആണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഫ്രം ദ ഡേ വൺ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഒരു ഫൈൻ ട്യൂണിങ് ഒരു 6 മാസം കൊണ്ട് നമുക്കൊരു ബെസ്റ്റ് ബാറ്റർ എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ പറ്റി. പിന്നീട് നമ്മൾ ഒരു 25 kg ആണ് നമ്മളുടെ ആദ്യത്തെ നമ്മുടെ വോളിയം ഫസ്റ്റ് ഡേ നമ്മൾ ചെയ്യുന്നത്. അത് നെക്സ്റ്റ് 6 മന്ത്സിൽ നമുക്കൊരു 100 kg വരെ ചെയ്യാൻ പറ്റി. അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ പോയത്. അതുവരെ നമ്മളുടെ ആദ്യത്തെ 1 ഇയറിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ പറയുന്ന 50,000 റുപ്പീസ്. അവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നെ നമ്മളൊരു പ്രോപ്പർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു പ്ലാന്റും സെറ്റപ്പൊക്കെ ചെയ്യുന്നത്. നമ്മൾ 2000 കിലോ കപ്പാസിറ്റികളുള്ള ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യുന്നു. അത് ആദ്യത്തെ 1 വർഷം കൊണ്ട് എൻ്റെ കപ്പാസിറ്റി പിന്നെ മീറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ വർഷം തന്നെ നമ്മൾ പുതിയ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നു. അത് 5000 കിലോ ആയിരുന്നു. അതും ഏതാണ്ട് ഒരു 2 വർഷത്തിൽ അവിടെയും നമ്മൾ എന്താ പറയുക നമ്മൾ ഒരു കപ്പാസിറ്റി ക്രൈസിസ് വരുന്നു. അത് മാർക്കറ്റ് ഡിമാൻഡ് നമുക്ക് ഈ ഒരു ട്രയലർ കഴിഞ്ഞ് നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിയ ശേഷം ആദ്യത്തെ ഒരു 3-4 വർഷം നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ആ രീതിയിലായിരുന്നു അതിൻ്റെ ഒരു വളർച്ച ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തായാലും അതൊരു ചാലഞ്ച് ആയിരുന്നല്ലോ. നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമായിട്ട് ഡിമാൻഡ് വരുന്നു, ആ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മൾ ടൈം മെഷീൻ വെച്ച് ബാക്കിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ കാര്യം കൂടെ ഫോർസീ ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല, എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഈ ബിസിനസ് എത്രത്തോളം വലുതാക്കാൻ പറ്റും, എത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നൊക്കെ നമുക്ക് അന്ന് തുടങ്ങുന്നവർ ആലോചിക്കാൻ പറ്റുമല്ലോ.
നമ്മൾ ഓരോ ദിവസവും കഴിയുമ്പം പുതിയ കാര്യങ്ങൾ പഠിക്കും, അതിനനുസരിച്ച് ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനെയാണ് ബിസിനസ് ബിൽഡ് ചെയ്തത്. ഓക്കെ. ഇപ്പം ഇന്ന് ഇത് തിരിഞ്ഞു നോക്കുമ്പം ഇതൊക്കെ ആലോചിച്ചോടാന്ന് ചോദിച്ചാൽ നോ. ഒരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ മുസ്തഫ പറഞ്ഞതുപോലെ ഫുൾ ബിസി ആയിരുന്നു പുള്ളി. പിന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, വീക്കെൻഡിൽ IM കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി കേസ് ഞാൻ പുള്ളി അങ്ങോട്ട് പോയി കാണുമായിരുന്നു വീട്ടിൽ, കാരണം വീക്കെൻഡിൽ പോലും ബിസി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ 5000 കിലോ കപ്പാസിറ്റിയുടെ പ്ലാന്റ് വെച്ചിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കത് മതിയാവില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്കൊരു 6000 കിലോ കൂടുതലൊന്നും ബാംഗ്ലൂരിൽ വേണ്ടി വരില്ല. അപ്പോൾ ആ പ്ലാന്റ് നമ്മൾ 2020 വെക്കേറ്റ് ചെയ്തത് 50,000 kg പ്രൊഡക്ഷൻ ചെയ്തിട്ടാണ്. ആ ഒരു കപ്പാസിറ്റി ആ പ്ലാനിൽ നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മളുടെ അത്രത്തോളം നമുക്ക് ഒന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ സമയത്ത്. എനിക്ക് തോന്നുന്ന 2 കാര്യമുണ്ട് അതിനകത്ത്. ഒന്ന്, ഞങ്ങളുടെ പ്രൊഡക്റ്റ് അടിപൊളി പ്രൊഡക്റ്റായിരുന്നു. ഞാനത് വെറുതെ പറയുന്നതല്ല. നാസർക്ക നമ്മൾ ഒരു ഓൾമോസ്റ്റ് 1 year നമ്മൾ ട്രയൽ ചെയ്തിട്ടാണല്ലോ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസം നമ്മളിങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ലെവലെത്തിയപ്പോൾ ആ ഇഡ്ഡലി കൊണ്ടേയും കഴിച്ചപ്പോൾ നാസർക്കാണ് പറഞ്ഞു, നാസർക്ക ദിസ് ഇസ് ഇറ്റ്, റൈറ്റ്, ഇതൊരു നല്ല ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാൻ നോക്കണ്ട, ഇത് മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ ലോക്ക് ചെയ്യുന്നത്, റൈറ്റ്. ഓഫ് കോഴ്സ് ഞാൻ മാത്രമല്ല എല്ലാവരും ഇൻപുട്ട് എടുത്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഇൻപുട്ട് അതായിരുന്നു. അത് നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. അത് നമ്മൾ കുറേ എന്താ പറയുക, ആദ്യമൊക്കെ മോസ്റ്റ് ഓഫ് ദ ടൈം നാസർക്ക് ഡിസൈഡ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അതിനെ കുറച്ച് സയൻസ് കൊണ്ടുവന്നു. ഇതിൻ്റെ വിസ്കോസിറ്റി ഇത്ര വേണം, അല്ലെങ്കിൽ pH ഇത്ര വേണം എന്നുള്ള പരിപാടി കൊണ്ടുവന്നു. അങ്ങനെ നമുക്ക് അത് കൺസിസ്റ്റൻ്റ് ചെയ്യാൻ പറ്റി. അതാണ് എനിക്ക് തോന്നുന്നത് ഒരു മെയിൻ റീസൺ നമ്മൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടാൻ കാരണം. സെക്കൻഡ് എന്താണെന്ന് വെച്ചാൽ, ഐ തിങ്ക് വി വർ ഇൻ ദ മാർക്കറ്റ് വിത്ത് ദ റൈറ്റ് പ്രോഡക്റ്റ് അറ്റ് ദ റൈറ്റ് ടൈം, ഇൻ ദ റൈറ്റ് പ്ലേസ്. കാരണം ബാംഗ്ലൂരിൽ ആ സമയത്ത് ഈ പ്രൊഡക്റ്റ് കറക്റ്റായിരുന്നു. ഏത് ബിസിനസ്സിനും ഈ 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് പ്രൊഡക്റ്റ്, റൈറ്റ് ടൈമിങ്, അത് റൈറ്റ് പ്ലേസ്. പല ആളുകളും മിസ്സാകുന്നത് ഈ ഒരു പോയിന്റ്. ടൈമിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫാക്റ്റ് സ്റ്റാർട്ടപ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടപ്സ് സക്സസ്ഫുൾ അല്ലെങ്കിൽ ഫെയിലിയർ ആകാനുള്ള ടോപ്പ് റീസൺ പൈസ അല്ല, പ്രൊഡക്റ്റ് അല്ല, ടീമല്ല, ഐഡിയ ഇന്നോവേഷനൊന്നുമല്ല. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ എന്താണെന്ന് പറയുമോ? ടൈമിംഗ് ആണ്. ഇഫ് യു ഡോണ്ട് ഗെറ്റ് ദ ടൈമിംഗ് റൈറ്റ്, യു വിൽ നോട്ട് ഗെറ്റ് ദ ബിസിനസ് റൈറ്റ്. അഗെയിൻ നമ്മൾ വേൾഡ് കപ്പ് നോക്കുവാണെങ്കിൽ ആ സമയത്ത് അടിക്കുന്ന ആ ഗോള്, അതിനുള്ള ആ വില പിന്നീട് ഉണ്ടാവില്ല എന്നുള്ള കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇതിലും നല്ല ഇഡലി സ്വപ്നത്തിൽ മാത്രം എന്നൊരു കമൻറ്റ് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട്, രണ്ടുപേരോടും കൂടെ ഞാൻ ചോദിക്കുന്നത്, എവിടെയെങ്കിലും വെച്ചിട്ട് ഈ ക്വാളിറ്റിയിൽ ഒരു ചെറിയ കോംപ്രമൈസ് ചെയ്താൽ നമുക്ക് കൂടുതൽ വളരാം എന്ന് തോന്നിയിട്ടുണ്ട്? ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെ സംഭവിച്ചില്ല ഒരിക്കലും. നമ്മൾ പിന്നെ എന്താണ്, നമ്മൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറേ നഷ്ടം സഹിച്ചിട്ടുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ചെന്നൈയിൽ നമ്മൾ 2007 ബാരൽ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തു. വളരെ എളിയായിരുന്നു. അപ്പം ഹൈ കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണ്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഏറ്റവും വില കുറഞ്ഞ അരി, ഇത് റേഷൻ അരി മേടിച്ചിട്ട് 1 രൂപയുടെ അരി മേടിച്ചിട്ടാണ് ആളുകൾ ബാറ്ററി ചെയ്യുന്നത്. അപ്പോൾ ആ മാർക്കറ്റിൽ നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. പിടിച്ചേക്കണമെങ്കിൽ അവർ കൊടുക്കുന്ന കോസ്റ്റിന് കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ അരി കൊണ്ട് ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. നമ്മൾ വിഡ്രോ ചെയ്തു. സോ അന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടൊക്കെ നമ്മൾ ലോസായി. പിന്നീട് നമ്മൾ തിരിച്ച് കേരള പൊറോട്ടയും കൊണ്ടാണ് നമ്മൾ, പിന്നെ മലബാർ പൊറോട്ടയും കൊണ്ടാണ് പിന്നെ ചെന്നൈയിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രോഡക്റ്റ് ഹിറ്റായി. അപ്പോൾ ഒരു ബ്രാൻഡ് ഇമേജ് വന്നു. അതിനുശേഷം പിന്നെ ബാറ്ററി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ബാറ്ററി നമ്മളോട് പിക്കപ്പ് ചെയ്തത്. അപ്പോൾ ഈ പറയുന്ന ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നഷ്ടം സഹിച്ചിട്ടുള്ളൂ. അല്ലാതെ ഒരിക്കലും ടെംപ്റ്റേഷൻ ഉണ്ടായിട്ടില്ല. എന്നാൽ നമുക്ക് ക്വാളിറ്റിയിൽ ഇച്ചിരി കോംപ്രമൈസ് ചെയ്ത് ആ 1 രൂപയുടെ ഐഡിയ നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒരു വാല്യൂസിന് മുകളിലാണ്. ഇറ്റ്സ് നോട്ട് ഓൺലി ഓൺ ക്വാളിറ്റി. നമ്മളുടെ എത്തിക്കൽ വാല്യൂസ് എന്ന് പറയുന്നത് അത് നമ്മളുടെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുള്ളൂ. അതാണ് നമ്മൾ പോളിസി. ഓക്കെ, അല്ലാതെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യില്ല, മാനുഫാക്ചർ ചെയ്യില്ല, നമ്മൾ ഒരു രീതിയിൽ അത് ബ്രാൻഡ് ചെയ്യില്ല, അത് വിൽക്കില്ല. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും അതുമായിട്ട് ജസ്റ്റ് പോയിന്റ് പറയാം. ഐഡിയ എന്നുള്ള ബ്രാൻഡിൻ്റെ അല്ല ബിൽഡ് ചെയ്തത്, അതിൻ്റെ അണ്ടർലൈൻ ഫിലോസഫി ഈസ് ബേസ്ഡ് ഓൺ ട്രാൻസ്പെറൻസി. ഓണസ്റ്റി മാത്രമല്ല, ട്രാൻസ്പെറൻസി എന്നുള്ള 1 സ്റ്റെപ്പ് എബവ് ഓണസ്റ്റിയാണ്. റൈറ്റ്, ട്രാൻസ്പെറൻസി എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ ബ്രാൻഡ് ബിൽഡ് ചെയ്തത്. ഞങ്ങളൊരു 5 വർഷം മുമ്പ് ഞങ്ങൾ ഒരു ദിവസം ഡിസൈഡ് ചെയ്തു നമ്മളുടെ ഫാക്ടറി ലൈവ് സ്ട്രീം ചെയ്യാം, യൂട്യൂബിൽ ഇട്ട് ഞങ്ങൾ. റൈറ്റ്, അത് വൈറൽ ക്യാമ്പയിനായി. 242 മില്യൺ ആളുകൾ ആ മെസ്സേജ് എത്തി. റൈറ്റ്, 8 ലക്ഷം ആളുകളെ നമ്മൾ ഫാക്ടറി വിസിറ്റ് ചെയ്ത് ഓൺലൈൻ. റൈറ്റ്, അത് ഞങ്ങൾക്ക് ഭയങ്കര ഇൻസ്പിറേഷനായി. പിന്നെ ഞങ്ങൾ ഓരോ വർഷവും പുതിയ ഓരോ ക്യാമ്പയിൻ കൊണ്ടുവരും. ട്രാൻസ്പെറൻസി എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ളത്. ജസ്റ്റ് 2 days ബാക്ക് ഞാൻ ഒരു ലാർജ് പ്ലാറ്റ്ഫോമിൽ ഒരു ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് എടുത്തു.
നിങ്ങൾ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ യെസ് ലൈറ്റ് ഇട്ടിട്ട് കണക്ട് ചെയ്തിട്ട് ഓക്കെ ഐ ഹാവ് ടു സേ യെസ് ഓർ നോ, റൈറ്റ്? ഐഡിയയിൽ അത് ആഡ് ചെയ്യുന്നു, ഇത് ആഡ് ചെയ്യുന്നു, ഇത് ആഡ് ചെയ്യുന്നു ചോദിച്ചിട്ട് ഓരോ ക്വസ്റ്റ്യനും. അത് ഐ ഹാഡ് കറേജ്. യെസ് നെർവസ് ആയിരുന്നു, ബട്ട് ഐ വാസ് സൂപ്പർ കോൺഫിഡൻറ്റ് ഓക്കെ ദാറ്റ് എനിക്കറിയാം എന്താണ് പ്രൊഡക്റ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് ആഡ് ചെയ്യാത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് പ്ലാറ്റ്ഫോമിലും അങ്ങനത്തെ ഒരു ടെസ്റ്റ് എടുക്കാൻ ഞാൻ റെഡിയാണ്. ഇൻഫാക്റ്റ് ഞാൻ അവിടെ നിന്ന് ഓഫർ ചെയ്തത് ഞാൻ മാത്രമല്ല, ഐ ഡി ടീമിൽ ഏതാണ്ട് 2800 ആളുകളുണ്ട് നമ്മൾ. ഈ 2800 ആരോട് ചോദിച്ചാലോ നിങ്ങൾക്ക് സെയിം ആൻസർ കിട്ടുക, ഓക്കെ റൈറ്റ്? ബിക്കോസ് വി ഹാവ് നത്തിങ് ടു ഹൈഡ്. യെസ് ദ ഹോൾ ബിസിനസ് ഇസ് ബിൽറ്റ് ഓൺ ട്രാൻസ്പെറൻസി, റൈറ്റ്? നിങ്ങൾ ചോദിച്ച ക്വസ്റ്റിന് എവിടെയെങ്കിലും ഷോർട്ട് കട്ട്സ് എടുക്കാൻ തോന്നിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ടെംപ്റ്റേഷൻ ഉണ്ടായിട്ടുണ്ടോ? ആൻസർ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എങ്ങനെയെങ്കിലും ഗ്രോ ചെയ്യുക എന്നുള്ളത് ഒരു ക്യാൻസർ സെല്ലിൻ്റെ ഫിലോസഫിയാണ്. ഒരു ക്യാൻസർ സെൽ എങ്ങനെ ചെയ്യുക, അതിനെങ്ങനെയെങ്കിലും ഗ്രോ ചെയ്തിട്ട് ആളെ കൊന്നാൽ മതി. അതെ ഞങ്ങൾ ആ ബിസിനസ് അല്ല. ഇൻഫാക്ട് ഞാൻ പലപ്പോഴും പറഞ്ഞാണ്, ഐ ബി പ്രൗഡ് ടു നരേറ്റ് ദി സ്റ്റോറി ടു മൈ ഗ്രാൻഡ് ചിൽഡ്രൻ വൺ ഡേ ഇൻ ഫ്യൂച്ചർ ദാറ്റ് ഐ വാസ് പാർട്ട് ഓഫ് എ ടീം ഹു ബിൽറ്റ് എ multi-billion-dollar ബിസിനസ് വിത്തൗട്ട് ടേക്കിംഗ് ഷോർട്ട് കട്ട്സ്, വിത്തൗട്ട് കോംപ്രമൈസിങ് വാല്യൂസ്. ID എന്നുള്ളത് ക്ലീൻ ലേബൽ ഫുഡാണ്, റൈറ്റ്? നോ കെമിക്കൽസ്, നോ പ്രിസർവേറ്റീവ്സ്, നത്തിങ് ആർട്ടിഫിഷ്യൽ, നോ എമൾസിഫയേഴ്സ്, നോ സ്റ്റെബിലൈസേഴ്സ്, റൈറ്റ്? നോ കളറിങ് ഏജൻറ്റ്സ്, നത്തിങ് നാസ്റ്റി, റൈറ്റ്? എന്താണോ നാസികത്ത് പറഞ്ഞതുപോലെ വീട്ടിൽ ഉമ്മ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് അത് മാത്രം നമ്മൾ ഐഡിയിൽ ആഡ് ചെയ്യുള്ളൂ. ഇൻഫാക്ട് ഐഡീൻ്റെ ടാഗ്ലൈൻ അതാണ്, ഇറ്റ്സ് ഫുഡ്, ഓൺലി ഫുഡ്, റൈറ്റ്? കാരണം അല്ലാത്തൊന്നും നമ്മൾക്ക് ചെയ്യില്ല. 3 കാര്യങ്ങൾ ഞങ്ങൾ നാസിക ജസ്റ്റ് ഒരു പോയിന്റ് ടച്ച് ചെയ്ത് ബാക്കി കൂടെ പറയാം. 3 പോയിന്റ് ഞങ്ങൾ ഐഡി എന്നുള്ള ആ ബ്രാൻഡ് ബിൽഡ് ചെയ്തത്. ഒന്ന്, ഞങ്ങളെ ഉമ്മയൊക്കെ എങ്ങനെയാണോ വീട്ടിൽ സേഫായിട്ട് വെക്കുന്ന ഫുഡ് അതേപോലെയാണ് ഞങ്ങളുടെ ഫാക്ടറിയിലോ അല്ലെങ്കിൽ കിച്ചണിലാണെങ്കിൽ ഉണ്ടാകുക. മീനിങ് ഉമ്മാക്ക് അറിയാത്ത ഒരു ഇൻഗ്രീഡിയൻറ്റും നമ്മളുടെ ഫുഡിൽ പോവില്ല, ഓക്കെ റൈറ്റ്? ഉമ്മാക്ക് വായിച്ചാൽ മനസ്സിലാകാത്ത ഒരു ഇൻഗ്രീഡിയൻറ്റും നമ്മുടെ ഫുഡിൽ പോവില്ല. രണ്ടാമത്തത് നാസിക പറഞ്ഞതുപോലെ നമ്മളെ മക്കൾക്കും നമ്മളെ ഉപ്പാക്കും ഉമ്മാക്ക് കൊടുക്കാൻ പറ്റുന്ന ഫുഡേ നമ്മൾ വെക്കാൻ പറ്റുള്ളൂ. തേർഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാക്ടറി ഈസ് ആസ് ഹൈജീനിക് ആസ് എൻ ഓപ്പറേഷൻ തിയേറ്റർ, റൈറ്റ്? ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ കം ഇൻ ഫോർ എ ഫാക്ടറി വിസിറ്റ്. ലാസ്റ്റ് ടൈം വന്നപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല, റൈറ്റ്? ബട്ട് കം ഇൻ, ഐ തിങ്ക് യു വിൽ വിറ്റ്നസ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. ഇപ്പോൾ നമ്മൾ യങ്സ്റ്റേഴ്സിനെ എന്നാലും ചിന്തിക്കുമ്പോൾ അവർ ആലോചിക്കും, ഒരു ഓൺടർപ്രണർ എന്ന നിലയിൽ പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടായിട്ടില്ല, ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാൻ ഉണ്ടായിട്ടില്ല, അറ്റ് ദ സെയിം ടൈം നമുക്ക് ഗ്രോത്തും. അപ്പോൾ എവിടെയാണ് നമുക്ക് ഇതിനകത്തൊരു ബാലൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഞാൻ പറഞ്ഞതുപോലെ എങ്ങനെയും ഗ്രോ ചെയ്യുക എന്നുള്ളത് ക്യാൻസർ സെല്ലാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അവിടെയാണ് നമ്മൾ അറസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം ഒരു ഷോർട്ട് കട്ട്സ് കൊടുക്കാതെ, ഒരു വാല്യൂസ് കോംപ്രമൈസ് ചെയ്യാതെ, ഇൻഫാക്ട് ഞങ്ങൾ പലിശ തൊടാതെ ഈ ബിസിനസ് ബിൽഡ് ചെയ്താൽ മതി എന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്താണ്. അങ്ങനെ ഗ്രോ ചെയ്താൽ മതി ഞങ്ങൾ ഡിസൈഡ് ചെയ്താണ്. അതിൽ കൂടുതൽ വേണ്ട. ഓക്കെ സോ ആക്ച്വലി ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പം ഇഡ്ലി ദോശ മാവിൽ നോർമലി ആഡ് ചെയ്യുന്നതാണ് കുക്കിംഗ് സോഡ. കൂടുതൽ ആൾ ധരിച്ചിരിക്കുന്നത് ഇൻഗ്രീഡിയൻ്റ് ആണെന്നുള്ളതാണ്, ഒരു ഇൻഗ്രീഡിയൻ്റ് ആണെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അതുപോലും നമ്മൾ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. ഇല്ല. ഓക്കെ, അതുപോലും നമ്മൾ, കാരണം മറ്റുള്ള പല സ്ഥലങ്ങളിലും സോഫ്റ്റ് ഇഡ്ഡലി പിന്നെ എന്നൊക്കെ പറഞ്ഞ പോലെ കൂടുതൽ സോഫ്റ്റ് ആവും ഈ കുക്കിംഗ് സോൾട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ അത്ര പോലും നമ്മൾ എന്താണോ പറയുന്നത്, സോ വാട്ട് വി ആർ ഡിക്ലെയർഡ് വി ഫോളോ ദ സെയിം, അത്രേ ഉള്ളൂ. അപ്പോൾ 5 പേര് ചേർന്നിട്ടാണല്ലോ ഈ ബിസിനസ് തുടങ്ങിയത്. അപ്പം ഞാൻ എപ്പോഴും ക്യൂരിയസ് ആണ്, സാധാരണഗതിയിൽ ഇങ്ങനെ ഫാമിലി ബിസിനസ് ആണെങ്കിലും ഫ്രണ്ട്സ് പാർട്ട്നേഴ്സ് ആകുമ്പോഴും ഒരു ലോങ് ടേം ആകുമ്പോഴത്തേക്ക് ഒരുപാട് അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ കേസിൽ ആ സ്ട്രെങ്ത് അതേപോലെ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് ഈ 5 പേരെക്കുറിച്ചും അറിയാൻ താല്പര്യമുണ്ട്. വളരെ ചുരുക്കി പറയാം. 2, നിങ്ങൾ ഓരോരുത്തരും ഓരോ കോൺട്രിബ്യൂഷൻസ് ആയിരിക്കുമല്ലോ, ഇപ്പോൾ എല്ലാവരും ഒരേ കാര്യം ചെയ്യണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലെവൽ ഓഫ് കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്? ആക്ച്വലി നമ്മൾ കസിൻസാണ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. ബിസിയിൽ പുള്ളി ഒരു ഏജ് കഴിഞ്ഞപ്പോൾ പുള്ളി മാറിപ്പോയി. ഞാൻ വീട്ടിലെ കഷ്ടപ്പാട് കൊണ്ട് നാട് വിട്ടു. അങ്ങനെ ഫൈനലി നമ്മൾ എഗെയിൻ റീജോയിൻ ചെയ്യുന്നു ബാംഗ്ലൂരിൽ. മുസ്തഫ ദുബായ് യൂറോപ്യൻ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പുള്ളി ബാംഗ്ലൂരിലെത്തുന്നു. IIM ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്ക് അവിടെ ഞാൻ പറഞ്ഞല്ലോ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് സ്പൈസസിൻ്റെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കിരണ സ്റ്റോർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ടീ സ്റ്റാൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ നടക്കുന്ന സമയത്താണ് നമ്മൾ റീജോയിൻ ചെയ്യുന്നത്. അപ്പോൾ മുസ്തഫാനോട് ഞാൻ പറയും, നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ സൂപ്പർ മാർക്കറ്റ് ഇരുന്നു എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്, ചെയിൻ ഓഫ് സ്റ്റോഴ്സ് എന്നുള്ള രീതിയിൽ ആ രീതിയിലുള്ളൊരു പ്ലാൻ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ IT ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളൂ.
ഞാൻ മറ്റുള്ള ഇതിലേക്കൊന്നും ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി IIM-ലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷമാണ്, MBA ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് പിന്നെ ബിസിനസ്സുകളിൽ താല്പര്യം വരുന്നതും നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഒരുമിക്കുന്നതും. അപ്പോൾ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഞാൻ പറയുകയാണെങ്കിൽ, ആക്ച്വലി നമ്മളൊരു നോർമൽ കൺവെൻഷണൽ ഗ്രൈൻഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പ്രോസസ്സ് ഇന്ന് ഏതാണ്ട് 1.5 ലക്ഷം അല്ല, ആക്ച്വലി ക്ലോസ് ടു 2 lakhs kg per day കപ്പാസിറ്റിയിൽ അതിൻ്റെ പ്രോസസ്സും ഇൻഫ്രാ ലെവലിലും നമുക്കത് ഒരു പ്രോപ്പർ മാനുഫാക്ചറിങ് സിസ്റ്റം ബിൽഡ് ചെയ്ത് ക്വാളിറ്റി ആൻഡ് കൺസിസ്റ്റൻസി കീപ്പപ്പ് ചെയ്തിട്ട് അത് എഗെയിൻ ഈ പറഞ്ഞതുപോലെ ഇതൊന്നുമല്ല നമ്മളുടെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. ഈ എന്താ പറയുക വെച്ചാൽ നോ ഷോർട്ട് കട്ട്സാണ്. നമ്മൾ ഷോർട്ട് കട്ടില്ലാതെ ഇവിടെ എത്തിക്കാൻ പറ്റിയെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പ്രൗഡ്ലി ഐ ക്യാൻ സേ I could reach to this level from whatever I have started from the scratch. ഓക്കെ. PC-യുടെ റോൾ എന്താ? എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 0 to 1 ജേർണിയിൽ ഞാൻ ഇൻവോൾവ് അല്ല. എനിക്ക് ആ സ്കില്ലില്ല. 1 to 10, 10 to 100 ജേർണിയൊക്കെ എനിക്ക് തോന്നുന്നത് ഞാനൊരു ടീമായിട്ട് അത് വർക്ക് ചെയ്യാൻ, അത് ഡെലിവർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. അതിന് ഒറ്റക്കല്ല പറഞ്ഞാൽ ടീമായിട്ട് പറ്റിയിട്ടുണ്ട്, അത് ലീഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ്റെ ബിഗസ്റ്റ് കോൺട്രിബ്യൂഷൻ ഇൻ ID നോക്കുകയാണെങ്കിൽ ആ ഒരു ടീം ബിൽഡ് ചെയ്തതാണ്. ടീം ബിൽഡ് ചെയ്ത് ഞാൻ പറഞ്ഞ ഇനീഷ്യൽ ടീമൊക്കെ നാസർക്കിനെ ബിൽഡ് ചെയ്തത്. ഞാൻ പറഞ്ഞൊരു നമ്മളൊരു ഫാമിലി റൺ ബിസിനസ്സാണല്ലോ ആയിരുന്നല്ലോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ ഒരു പ്രൊഫഷണലി മാനേജ്ഡ് ഓർഗനൈസേഷൻ ആക്കിയിട്ട് ഈ ഫാമിലിനെയും പ്രൊഫഷണൽ ടീമിനെയും കൂടെ കറക്റ്റ് ഒരു ടീം ബിൽഡ് ചെയ്തിട്ട് ഈ പറയുന്ന നെക്സ്റ്റ് സ്റ്റെപ്സ് ഐഡിയൻ്റെ ഒരു നെക്സ്റ്റ് ഫേസ് ഓഫ് ഗ്രോത്തിന് ഞങ്ങൾ മാത്രം പോരാ, ഞങ്ങളെക്കാളും നന്നായിട്ട്. ഇൻഫാക്ട് ഞങ്ങളുടെ ഒരു ഡിസ്റ്റൻസ് എന്താണെന്ന് വെച്ചാൽ, ഇൻഫാക്ട് ബോർഡിൽ നമ്മൾ സംസാരിച്ചാണത്, നല്ല ലീഡർഷിപ്പ് ടീം ഉണ്ട് ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും. ഇന്ത്യക്ക് ഒരു CEO ഉണ്ട്, ഇൻ്റർനാഷണൽ ബിസിനസ് വേറൊരു CEO ഉണ്ട്. ഞങ്ങളിവരെ ഹയർ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഒരു ഗ്രൗണ്ട് റോൾ എന്താണെന്ന് വെച്ചാൽ ദേ ഷുഡ് ബി ബെറ്റർ ദാൻ അസ്. എന്നെക്കാളും നന്നായിട്ട് പണിയെടുക്കുമ്പോൾ നാളെ ഞാൻ ഹയർ ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ആളുകളെ ഹയർ ചെയ്ത് ഒരു നല്ല ടീം ബിൽഡ് ചെയ്തു. ഇനിയിപ്പം അവർ നോക്കിക്കോളും, നമ്മുടെ കാര്യമായിട്ട് കോൺട്രിബ്യൂഷൻ ആവശ്യമില്ല. പക്ഷെ എന്നാലും നമ്മൾ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ഇടപെടും. ഡേ ടു ഡേ ഓപ്പറേഷൻ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മളുടെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഐ തിങ്ക് വി ആർ വൺ ഓഫ് ദ ബെസ്റ്റ് ടീം ഇൻ ഇന്ത്യ ആ ഒരു ബിസിനസ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ അഗൈൻ പറയുന്നത് വെറുതെ ബിസിനസ് ഡ്രൈവ് ചെയ്യുന്ന ആളുകളെ ഉണ്ട്. നമ്മളുടെ വാല്യൂ സിസ്റ്റമായിട്ട്, അതായത് നമ്മൾ ആക്ച്വലി വി ആർ ഫൈറ്റിംഗ് എ വാർ അഗെയിൻസ്റ്റ് കെമിക്കൽസ് ആൻഡ് പ്രിസർവേറ്റീവ്സ് ഇൻ ദ ഫുഡ്, റൈറ്റ്? അപ്പം ആ വാറിൽ ആർമി ചീഫിനാണ് ഞങ്ങൾ ഹയർ ചെയ്യുന്നത്, വെറും CEOs അല്ല. അപ്പം അങ്ങനെയുള്ള തോട്ട് പ്രോസസ്സ്, അങ്ങനെയുള്ള ഒരു പർപ്പസ് ഉള്ള ആളുകളെ ഞങ്ങൾ ഹയർ ചെയ്തത്. അതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ചെയ്തത് ഒരു നല്ല കാര്യം. ഇനി ആ ചോദ്യത്തോട് ആഡ് ഓൺ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എപ്പോഴും നമ്മൾ എപ്പോഴും അഭിപ്രായം പറയാറുണ്ട്. അപ്പോൾ നമ്മളുടെ അഭിപ്രായങ്ങളിൽ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവാം. എപ്പോഴെങ്കിലും അത്തരത്തിലുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിട്ടുണ്ടോ? ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ബിസിനസ്സുകാർക്ക് അറിയാത്തൊരു കാര്യമാണ് അത് എങ്ങനെ റിസോൾവ് ചെയ്യണമെന്ന്. പലരും അത് പേഴ്സണലി എടുക്കും, വർഷങ്ങളോളം മനസ്സിലിട്ടുകൊണ്ട് നടക്കും, ഈ പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ആവും. അതല്ലാതെ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതെങ്ങനെയാണ് റിസോൾവ്? ഓക്കെ. ആക്ച്വലി ഡിഫറൻസ് ഇഷ്ടംപോലെ ഉണ്ടാവും. അത് എല്ലാ ബിസിനസ്സിലും ഉണ്ടാവും. കാരണം വെച്ചാൽ നമ്മളൊരു ഈ പറയുന്ന ട്രാൻസ്പെറൻസി, ക്വാളിറ്റി, കൺസിസ്റ്റൻസി എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനകത്ത് പല രീതിയിലുള്ള ഡിബേറ്റ് ഉണ്ടാവും, പല രീതിയിലുള്ള ഈ പറയുന്ന ഡിഫറൻസ് ഉണ്ടാവും. അവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഒന്ന് വാട്ട് ദ കമ്പനി നീഡ്സ്, വാട്ട് ദ പ്രോഡക്റ്റ് നീഡ്സ്. അവിടെ നമ്മൾ പിന്നെ നമ്മളുടെ ഒരു കോമൺ ഫിലോസഫി ഉണ്ട്, അതിലേക്ക് നമ്മൾ ഇതിനെല്ലാം കൊണ്ടുവരും. ഓക്കെ. അപ്പോൾ അവിടെ കമ്പനിക്ക് എന്താണ് വേണ്ടത്, അവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്യും. എന്നതൊരു മോർ ഓഫ് മാനേജ്മെൻറ്റ് ജാഗൽ വെച്ച് പറയാം. മൂന്ന് ടൈപ്പാണ് ഒരു എപ്പോഴും നമ്മൾ ഡിസിഷൻ എടുക്കുമ്പം നമ്മൾ നോക്കാനുള്ളത്. ഒന്ന്, ഈസ് ഇറ്റ് മീ ഫസ്റ്റ്, മൈ ഫങ്ഷൻ ഓർ മൈ ടീം ഫസ്റ്റ്, ഓർ കമ്പനി ഫസ്റ്റ്, റൈറ്റ്? ID ഫസ്റ്റ്. നമ്മൾ ഏത് മനുഷ്യനും ചില സമയത്ത് മീ ഫസ്റ്റ് ആലോചിക്കും, അല്ലെങ്കിൽ മൈ ടീം ഫസ്റ്റ്, അല്ലെങ്കിൽ മൈ ഫങ്ഷൻ ഫസ്റ്റ് ആലോചിക്കും. കുറച്ച് ആളുകളെ കമ്പനി ഫസ്റ്റ് ആലോചിക്കുള്ളൂ. അത് എല്ലാ ഓണ്ടർപ്രണേഴ്സിനും ചിലപ്പോൾ ഉണ്ടാവും. മനുഷ്യന്മാർക്കുള്ള പ്രശ്നമാണത്. നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും തിരിച്ചു പോകുന്നത് ഈ ഒരു തോട്ടിലാണ്. നാസികാത്ത പറഞ്ഞതുപോലെ കമ്പനി ഫസ്റ്റ്, റൈറ്റ്? കമ്പനിക്ക് അത് നല്ലത്, അതാണ് നമ്മുടെ ഡിസിഷൻ, റൈറ്റ്? അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് ഡിസിഷൻ എടുക്കാൻ എളുപ്പമായിട്ടുണ്ട്. നമ്മൾ അഗൈൻ വേറൊരു ഫ്രെയിം വർക്ക് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് DDDC, ഡിസ്കസ്. എല്ലാ ഇഷ്യൂ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. യു ക്യാൻ ഡിബേറ്റ് ആസ് വെൽ, ഡിബേറ്റ്, റൈറ്റ്? ഞങ്ങൾ പല കാര്യം ഡിബേറ്റ് ചെയ്യും, ഡിസഗ്രി, റൈറ്റ്? ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ അതൊക്കെ ഡിസഗ്രി ചെയ്യും, റൈറ്റ്? തിരിച്ചും. ബട്ട് ഫൈനലി നമ്മൾ ഡിസിഷൻ എടുക്കും. എന്നാലും ഡിസിഷൻ എടുക്കണ്ടേ? ഈ ID ഫസ്റ്റ് ലെൻസ് വെച്ചിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കണം.
ആ എടുത്തു കഴിഞ്ഞാൽ കമ്മിറ്റ്, റൈറ്റ്? സോ ഡിസ്കസ്, ഡിബേറ്റ്, ഡിസഗ്രി ആൻഡ് കമ്മിറ്റ്. ഓക്കെ. ആ ഒരു ഫ്രെയിം വർക്കിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഞാൻ ഈ പല ആളുകൾക്കും എന്താണ് ഡിസഗ്രി ആൻഡ് കമ്മിറ്റ് എന്നുള്ള പലപ്പോൾ അറിയണമെന്നില്ല. ഇല്ല. ഇപ്പോൾ ഞാനും നാസർക്കും ഫോർ എക്സാമ്പിൾ ഒരു പോയിന്റിൻ്റെ മുകളിൽ നമുക്ക് ഡിസഗ്രിമെൻ്റ് ഉണ്ടെന്ന് ചോദിച്ചോളൂ. നാസർക്ക് ഒരു പോയിന്റ് പറഞ്ഞു, ഞാൻ വേറൊരു പോയിന്റ് പറഞ്ഞു. സംഭവം ഞങ്ങൾ പിന്നെ ടീമായിട്ട് ഇതായിട്ട് നാസർക്ക് പറഞ്ഞ പോയിന്റാണ് കറക്റ്റ് എന്ന് ഞങ്ങൾ പിന്നെ എഗ്രി ചെയ്തു ചോദിച്ചു. അങ്ങനെ നമ്മൾ എല്ലാവരും ആ ഡിസിഷൻ പ്രകാരം മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ മനസ്സിലാവുന്നു ആക്ച്വലി നാസർക്ക് പറഞ്ഞതല്ല ശരി, ഞാൻ പറഞ്ഞ ശരി എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ എനിക്ക് ഉള്ള ടെൻഡൻസി എന്തൊക്കെയെന്ന് പറയാം, പെട്ടെന്നുണ്ടാകുക ഞാൻ അന്നേ പറഞ്ഞതാ അല്ലേ? എല്ലാ മനുഷ്യന്മാരുടെ പ്രശ്നമാണ്. അതാണ് ആക്ച്വലി ഒരു മേജർ റീസൺ ഒരു ടീം വർക്ക് പൊളിയാനുള്ള, റൈറ്റ്? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഡിസഗ്രി ആൻഡ് കമ്മിറ്റ്. ആ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തോറ്റാലും അത് നന്നായാലും മോശമായാലും അത് ടീമിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് അതുകൊണ്ട് ഞാൻ ആ ഫ്രെയിം വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പല ആളുകൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഫീൽ ഫ്രീ ടു ഡിസ്കസ്, ഡിബേറ്റ്, ഡിസഗ്രി, ബട്ട് ദെൻ കമ്മിറ്റ്. അതിനുശേഷം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പണ്ട് പറഞ്ഞതാണ് പറയാൻ പാടില്ല. അതെ, അതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ വന്നതാണോ അതോ? ഇല്ല, നോ ബ്ലെയിം ഗെയിം, അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പം നമ്മൾ ഈ ഫ്രഷ് ഫുഡ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റിൽ കൺസ്യൂമറിന്റെ ഒരു ബിഹേവിയർ അത് പലപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ദോശ, ഇഡ്ഡലി എന്ന് പറയുന്നതാണ് പ്രോമിനൻ്റ് ആയിട്ടുള്ളത്, നമ്മളെല്ലാവരും കൂടുതൽ അറിയുന്നതും അതാണ്. അതിനേക്കാൾ കൂടുതൽ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ആ ഒരു എൻട്രി, നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ടൈം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഇന്ന സാധനം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എന്താണ്, അത് ഏത് സമയത്ത് ഏത് മാർക്കറ്റിൽ, ആ തോട്ട്സ് ഒക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഒരു ഓണ്ടർപ്രണറിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ചുറ്റും നോക്കണം. ചുറ്റും നോക്കുമ്പം നമുക്ക് മാർക്കറ്റിൽ ഒരു അൺസോൾവ് പ്രോബ്ലം കാണാം, റൈറ്റ്? അത് നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ല ബിസിനസ്സുകാരാകും, നല്ല മനുഷ്യന്മാരാകുന്നത്. അതിൻ്റെ ഒരു ഒറ്റ എക്സാമ്പിൾ പറയാം. നമ്മൾ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ടുള്ള മാർക്കറ്റിലെ ട്രെൻഡാണ്, ജെൻസി ട്രെൻഡാണ് പ്രോട്ടീൻ, അല്ലേ? എല്ലാത്തിനും ഒരു പ്രോട്ടീൻ കൗണ്ട് ചെയ്യും, ഇത്ര ഉണ്ട് എന്നൊക്കെ. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞങ്ങൾ ഒരു 2 years ബാക്ക് ഞങ്ങൾ പ്രോട്ടീൻ ഇഡ്ഡലി ദോശ ബാറ്ററി ലോഞ്ച് ചെയ്തത്, റൈറ്റ്? അത് ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഇന്നോവേറ്റീവ് പ്രോഡക്റ്റാണ് ലോഞ്ച് ചെയ്തത്. എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഇഡ്ഡലിയിൽ യു ഗെറ്റ് 15 grams ഓഫ് പ്രോട്ടീൻ, 15 gram പ്രോട്ടീൻ കിട്ടും. 2 eggsൽ കിട്ടുന്നത് 12 grams. അപ്പോൾ 2 ഇഡ്ഡലി കഴിക്കുന്നതാണ് 2 മുട്ട കഴിക്കുന്നതൊക്കെ നല്ലത്. ആ ഒരു ഇതിൽ വെച്ചാൽ ഞങ്ങൾ മാർക്കറ്റ് ചെയ്തത്. അത് സൂപ്പർ ഹിറ്റായി അക്രോസ്. ഞങ്ങൾ ചെയ്ത എല്ലാ മാർക്കറ്റിലും ഇൻക്ലൂഡിങ് ദുബായ് ഞങ്ങളിപ്പോൾ ജസ്റ്റ് ലോഞ്ച് ചെയ്തു, അവിടെ സൂപ്പർ ഹിറ്റാണ്. അപ്പം അതേപോലെ എപ്പോഴും ഒബ്സർവ് ചെയ്യണം നമ്മൾ മാർക്കറ്റിൽ എന്താണ് ആവശ്യം, റൈറ്റ്? എങ്ങനെയാണ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നത്. കുട്ടികൾ കാപ്സ് ഒഴിവാക്കി പ്രോട്ടീനിലേക്ക് മൂവ് ചെയ്യുമ്പം ഞങ്ങൾ ചെയ്യുന്നത് ഇഡ്ഡലി കാപ്സ് കൂടുതലുള്ള പ്രോഡക്റ്റ് ആയിരുന്നുള്ളത്. ഓഫ് കോഴ്സ് റൈസ് എന്തായാലും കാപ്സ് ഉണ്ടാവും. അപ്പം അവരെ പിടിക്കണമെങ്കിൽ നമുക്ക് പ്രോട്ടീൻ ഇഡ്ഡലി ലോഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ലെവൽക്ക് ഇൻഫാക്റ്റ് ഞങ്ങൾ 15 grams പ്രോട്ടീൻ 2 ഇഡ്ഡലിയിൽ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ വിശ്വസിക്കുന്നില്ലായിരുന്നു. ഞങ്ങൾ സയൻറ്റിഫിക് ടെസ്റ്റ് റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒബ്സർവ് ചെയ്യണം. കാരണം ബിസിനസ് ഗ്രോ ചെയ്യണമെങ്കിൽ പിടിച്ചു നിൽക്കണമെങ്കിലും, റൈറ്റ്, നമ്മൾ ചെയ്തുകൊണ്ട് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് പോകും. എപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്ത് എന്താണോ മാർക്കറ്റിൽ കൂടുതൽ ചെയ്യാൻ പറ്റുക എന്ന് നോക്കിയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കണം, ബട്ട് വിത്തൗട്ട് കോംപ്രമൈസിങ് വാല്യൂസ്. ഈ വാല്യൂ സിസ്റ്റത്തെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ രണ്ടുപേരും പേരൻസ് പറഞ്ഞു തന്നിട്ടുള്ള ഒരു വാല്യൂ അതിപ്പോഴും കീപ്പപ്പ് ചെയ്യുന്നത് എന്തായിരിക്കും? പാരൻസ് പറഞ്ഞു തന്നു കൂടാതെ അവരുടെ രീതിയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മളൊരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ആളുകളെ കൂട്ടിപ്പിടിക്കണം എന്നുള്ളതാണ്. എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റണം. ഓക്കെ. അത് നമ്മൾ ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്കത് വളരെ എന്താ പറയുക, ഞാനത് എപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ്. അത് നമുക്ക് ലൈഫിൽ ഒരു പരിധിവരെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കൂടെയുള്ള ആളുകളുമായിട്ട് നമ്മൾ ഏത് ലെവലുള്ള ആളാണെങ്കിലും അവരുടെ ബാക്ക്ഗ്രൗണ്ടോ പൊസിഷനോ ഒന്നും അല്ല, അവരുടെ കൂടെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുക. ഓക്കെ, സോ ആ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പറഞ്ഞു തന്നല്ല, കാണിച്ചു തന്നാണ്, റൈറ്റ്? അതായത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് നല്ല പൈസ ഉണ്ടാക്കി, നല്ല പൈസ നല്ല കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യരാകുന്നത്, നല്ല വിശ്വാസിയാവുന്നത്. എനിക്ക് കിട്ടിയ കുറേ വാല്യൂസ് പാരൻസിൽ നിന്ന് കിട്ടിയാണ്, റൈറ്റ്? അതായത് ഒരാളെ പറ്റിക്കാൻ പാടില്ല, നല്ലത് ചെയ്യാൻ പാടുള്ളൂ, വേറൊരാൾക്ക് മോശമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പഠിച്ചത് പാരൻസിൻ്റെ അടുത്ത് തന്നെയാണ്. ഓക്കെ. ഇനി ഒരു ചോദ്യം കൂടെ, രണ്ടുപേരും സീക്രട്ടായിട്ട് അഡ്മയർ ചെയ്യുന്ന ഏതെങ്കിലും റൈവൽ ബ്രാൻഡ്സ് ഉണ്ടോ?
റൈവൽ ബ്രാൻഡ്സ് എന്നൊക്കെ പറയാൻ പറ്റില്ല, പക്ഷേ അഡ്മയർ ചെയ്യുന്ന കുറേ ബ്രാൻഡ്സ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് ഒരു ബ്രാൻഡ് എനിക്ക് നെസ്ലെയാണ്. നെസ്ലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആസ് എ ബ്രാൻഡ്. സെയിം ഹിയർ. സെയിം. അപ്പോൾ രണ്ടുപേരോടും കൂടെ പെട്ടെന്ന് കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് കൂടെ ചോദിക്കാം. ഇഡ്ലി ഓർ ദോശ? ഫോർ മീ ദോശ. 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 ദോശ നാസറല്ലേ? ദോശ നാസറിൻ്റെ പേര് തന്നെ. PCA കുറിച്ച് ഒറ്റ വാക്കിലല്ലേ ഒറ്റ വാചകത്തെ ഡിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? PC ഒരു അനലിറ്റിക്കൽ തിങ്കറാണ്. ഒറ്റ വാക്കിൽ പറയാം. തിരിച്ച്? ഞാൻ കണ്ട നല്ല എഞ്ചിനീയറാണ്. ID സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പേടി എന്തായിരുന്നു മനസ്സിൽ? എൻ്റെ പേടി എന്താ വെച്ചാൽ ആക്ച്വലി ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ തുടങ്ങുന്നൊരു ബിസിനസ്സാണ്. അപ്പോൾ ഇതിനൊരു ടെക്നിക്കൽ നോഹൗ ഇല്ലാത്തത് കൊണ്ട് എങ്ങനെ ഇത് ഗ്രോ ചെയ്യും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് എല്ലാ വർഷവും സോൾവ് ചെയ്യാൻ പറ്റി. കമ്പനിയുടെ ഇപ്പോഴത്തെ വാല്യുവേഷൻ പറയാൻ പറ്റുമെങ്കിൽ? 5,000 crore plus. അങ്ങനെയാണെങ്കിൽ ഇപ്പം മനസ്സിൽ എന്തെങ്കിലും ഭയമുണ്ടോ? ഇല്ല. ഭയമൊന്നുമില്ല. ഇല്ല. ഓക്കെ. NIT കാലിക്കറ്റ് ആണോ IIM ബാംഗ്ലൂർ ആണോ? ഏതാണ് മോൾഡ് ചെയ്തത്? രണ്ടും അതിൻ്റെതായ റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അത് പറയാൻ ഇമ്പോർട്ടൻ്റ് എനിക്കിവിടെ. റാപ്പിഡ് ഫയർ ആണെങ്കിൽ തന്നെ എനിക്കറിയാം. എനിക്ക് എൻ്റെ ഫസ്റ്റ് സാലറി കിട്ടിയ NIT എന്നാണ്. ക്യാമ്പസ് ഇൻ്റർവ്യൂ സാലറി കിട്ടിയിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഉപ്പാക്കുമ്പം വീടുണ്ടാക്കിയത്. സിസ്റ്റേഴ്സിനൊക്കെ കല്യാണം കഴിക്കാൻ യൂസ് ചെയ്തത്. IDൻ്റെ സീഡ് ഫണ്ട് വന്ന് അവിടെ നിന്നാണ്. റൈറ്റ്. IIM ആണ് എനിക്ക് കറേജ് കിട്ടിയത്. ഒരു കുഷി ജോബ് വിട്ടിട്ട് ID പോലത്തെ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ധൈര്യം കിട്ടിയത് IIM ആണ്. അപ്പോൾ രണ്ടും അതിൻ്റെ റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. ബ്ലൂ കോളർ ജോബാണോ അതോ ഒരു കോർപ്പറേറ്റ് ജോബാണോ? ഏതാണ് ഹാർഡറായിട്ട് തോന്നുന്നത്? എനിക്ക് രണ്ടും എൻജോയ്മെൻ്റ് ആണ്. ഓക്കെ. ഐ റിയലി എൻജോയ് വാട്ട് ഐ ഡു. ക്യൂക്കമേഴ്സ് ഓർ സ്റ്റോർ? സ്റ്റോർ. ക്യൂക്കമേഴ്സ്. എന്തുകൊണ്ടാണ് ഞാൻ പറയാം? പറഞ്ഞു. അതായത് നമ്മുടെ റൈറ്റ് സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഉള്ളത് ക്യൂകോമിലാണ്. ഓക്കെ. ഫോണിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പ് ഏതാ? വാട്സപ്പ്. വൺ ഫുഡ് അത് പേഴ്സണലി ഉണ്ടാക്കാൻ അറിയില്ല? എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഒരു ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല. അറിയില്ല. ഇഡ്ഡലി പോലും ട്രൈ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കിയാൽ ദോശൻ്റെ ഷേപ്പ് ഓസ്ട്രേലിയ ആവും. മന്തി ഉണ്ടാക്കാൻ അറിയില്ല. ഓക്കെ. ബാക്കി മാനേജ് ചെയ്യും അല്ലേ? ഒഴിവ് സമയം എന്താ ചെയ്യണേ? ചെസ് കളിക്കും. ഞാൻ ആക്ച്വലി ഒഴിവ് സമയത്ത് NGOസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെൻ്റലി ഫിസിക്കലി ഫിനാൻഷ്യലി ചലഞ്ചിങ് ആയിട്ടുള്ള ആളുകൾക്ക് ഈവൻ മുസ്തഫയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒഴിവ് സമയങ്ങൾ കൂടുതലും പിന്നെ അതിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇന്ത്യ ഓർ UAE? ഞാൻ IDയുടെ ഹാർട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയായിരിക്കും? ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയിൽ തന്നെയാണ്. ഇന്ത്യ. സെയിം. ഇപ്പോഴും പൈസയ്ക്ക് വാങ്ങിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് വിചാരിക്കുന്നത്, പൈസ ഉപയോഗിച്ച്, അതായത് വൺ തിങ് ദാറ്റ് മണി കനോട്ട് ബൈ ഫോർ യു? ഹാപ്പിനെസ്. സെയിം ഹാപ്പിനെസ്. ഞാനൊരു സെൻറ്റൻസ് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്താൽ ID ഫ്രഷ് ഫുഡ് ഈസ് ബേസിക്കലി ദ സ്റ്റോറി ഓഫ് ഡാഷ്. സ്റ്റോറി ഓഫ് എ ഫൈറ്റ് അഗെയിൻസ്റ്റ് കെമിക്കൽസ് ആൻഡ് പ്രിസർവേറ്റീവ്സ് ഇൻ ദ ഫുഡ്. ട്രസ്റ്റ് ബിൽഡിംഗ് സ്റ്റോറി. എന്തോ? ട്രസ്റ്റ് ബിൽഡിംഗ് സ്റ്റോറി. ഓക്കെ. 6ാം ക്ലാസ്സിൽ പരാജയപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്തായേനെ? കേരള CM ആയേനെ. ഓക്കെ. അപ്പോൾ ഒരു ദിവസം ചോദിക്കുകയാണ്, പൈസ അല്ലെങ്കിൽ നമ്മുടെ ടീം, ഇത് രണ്ടിൽ ഏതിനെയായിരിക്കും ചൂസ് ചെയ്യുന്നത്? രണ്ടും കൂട്ടി പിടിക്കണം. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡയലോഗും കൂടി പറയുന്നത് കൂടെ. വാരൻ ബഫെ ആണെന്ന് പറയുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. മണി ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ് ഇൻ ലൈഫ് ഓക്കെ എന്ന് പറയുന്നതിന് മുമ്പ് മേക്ക് ഷുവർ ദാറ്റ് യു ഏൺ ഇനഫ് ബിഫോർ യു സ്പീക്ക് സച്ച് നോൺ സെൻസ് ഇൻ യുവർ ലൈഫ് എന്നാണ് വാരൻ ബഫെ പറഞ്ഞത്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. സെയിം ആയിരിക്കുമല്ലോ. ഓക്കെ. അപ്പം നമുക്ക് ഒരു റിഫ്രഷിംഗ് മോഡിൽ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അർജന്റീന ഫാനാണ്, എന്തുകൊണ്ട് നമ്മുടെ ടീം തോറ്റു? എനിക്കൊന്ന് സ്പെയിൻ നന്നായി കളിച്ചു, അത്രേ ഉള്ളൂ. അന്ന് അവർ എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കളി കളിച്ചു പോയി. അർജന്റീനക്കാരൻ്റെ കഴിവിനേക്കാളും കൂടുതൽ അവർ കളിച്ചു. എന്താ ചെയ്യുക? ബേസിക്കലി എന്തുകൊണ്ട് തോറ്റു എന്നാണ് ചോദ്യമെങ്കിൽ ദേ പ്ലേഡ് മച്ച് ബെറ്റർ ഗെയിം. ഇൻഫാക്ട് ഐ തിങ്ക് ടു ബി ഫ്രാങ്ക് വേൾഡ് കപ്പിൽ സ്പെയിനാണ് ബെസ്റ്റ് ടീം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഐ തിങ്ക് ദേ വോൺ. ഓക്കെ. അപ്പോൾ ബിറ്റ്വീൻ ഫ്രാൻസ് ആൻഡ് സ്പെയിൻ ഐ വാസ് എ ബിറ്റ് കൺഫ്യൂസ്ഡ്. യെസ്. ഫ്രാൻസ് ഔട്ടായപ്പം എനിക്ക് തോന്നി സ്പെയിനാണ് ബെറ്റർ ടീം ഉണ്ടായിരുന്നു. ഓക്കെ.
അത് ജസ്റ്റ് നമ്മുടെ പ്രേക്ഷകരെയൊക്കെ ഒന്ന് ചിയറപ്പ് ചെയ്യാനുള്ള ഒരു റിഫ്രഷിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനിയും ഈ പറയുന്നത് പോലെ തന്നെ നല്ല ശുദ്ധമായ ഫുഡ് കൊടുത്ത് ആരെയും പറ്റിക്കാതെ അതുപോലെ തന്നെ ചുറ്റുപാടും ഒബ്സർവ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ID ഫ്രഷിന് ലോകമെമ്പാടും വ്യാപിക്കാൻ സാധിക്കട്ടെ. നല്ല ബിസിനസ്സിലൂടെ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളുകളിലേക്ക് എത്താൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.